ഭരണി നക്ഷത്രക്കാർക്ക് 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള ഈയൊരു വർഷക്കാലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ്. ശുക്രൻ നാഥനായുള്ള ഭരണി നക്ഷത്രക്കാർക്ക് സ്വന്തമായൊരു വീട്, പുതിയ വാഹനം, സാമ്പത്തികമായ വലിയൊരു കുതിച്ചുചാട്ടം, ഏറെക്കാലമായി കാത്തിരിക്കുന്ന വിവാഹം, ജോലിയിൽ സ്ഥാനക്കയറ്റം തുടങ്ങിയ വലിയ ഭാഗ്യങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് 12ാം ഭാവത്തിൽ ഏഴര ശനിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നതുകൊണ്ട് അനാവശ്യ ചിലവുകൾ കർശനമായി നിയന്ത്രിക്കാനും കടബാധ്യതകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. ചുരുക്കത്തിൽ വലിയ ഭാഗ്യങ്ങളും ഒപ്പം ജാഗ്രത പാലിക്കേണ്ട ചില കാര്യങ്ങളും നിറഞ്ഞ ഈ പുതിയ വർഷത്തെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. നമസ്കാരം. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് മേടം രാശിയിൽ വരുന്ന ഭരണി നക്ഷത്രക്കാരുടെ ഈയൊരു വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനും വരാനിരിക്കുന്ന ദോഷങ്ങളെ കൃത്യമായ പരിഹാരങ്ങളിലൂടെ മറികടക്കാനും ഭാഗ്യങ്ങളെ ഇരട്ടിയാക്കാനും ഈ ജ്യോതിഷചിന്ത നിങ്ങളെ സഹായിക്കും. നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകളിലേക്ക് പോകാതെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് നേരിട്ട് വിശകലനം ചെയ്യാം. ശനിയുടെ സ്വാധീനവും ഏഴര ശനിയും. ഈ ഒരു വർഷക്കാലം മുഴുവൻ 2027 പകുതി വരെ കർമ്മകാരകനായ ശനി നിങ്ങളുടെ 12ാം ഭാവമായ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ഭരണി നക്ഷത്രക്കാർക്കിപ്പോൾ ഏഴര ശനിയുടെ ആദ്യഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. 12ാം ഭാവം വ്യയഭാവമാണ്, അതായത് ചിലവുകളുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ അനാവശ്യ ചിലവുകൾ വലിയ തോതിൽ വർദ്ധിക്കാനും വരവിനേക്കാൾ ചിലവ് കൂടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ പ്ലാനിംഗ് നടത്തിയില്ലെങ്കിൽ വലിയ കടബാധ്യതകളിലേക്ക് ഇത് നിങ്ങളെ നയിക്കാം. രാത്രിയിൽ ഉറക്കക്കുറവ്, അകാരണമായ ഭയം, മാനസികമായ ചെറിയ സംഘർഷങ്ങൾ എന്നിവ ഈ സമയത്ത് അനുഭവപ്പെടാം. എന്നാൽ 12ലെ ശനി വിദേശയാത്രകൾക്കും വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ഒപ്പം ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളുടെ താൽപ്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണിത്. വ്യാഴത്തിൻ്റെ സുവർണ സഞ്ചാരം. ഏഴര ശനി ചില ബുദ്ധിമുട്ടുകൾ തരുമെങ്കിലും ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാരകനായ വ്യാഴത്തിൻ്റെ മാറ്റമാണ്. ശനിയുടെ ദോഷങ്ങളെ മറികടക്കാനുള്ള വലിയൊരു ശക്തി വ്യാഴം നിങ്ങൾക്ക് നൽകും. 2026 വിഷു സമയത്ത് വ്യാഴം നിങ്ങളുടെ 3ാം ഭാവമായ മിഥുനത്തിലാണ്. എന്നാൽ 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 4ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വ്യാഴം ഉച്ചസ്ഥിതി പ്രാപിക്കുകയാണ് എന്നതാണ്. 4ാം ഭാവം സുഖസ്ഥാനമാണ്. സ്വന്തമായൊരു വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ ഉള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ജൂണിന് ശേഷമുള്ള സമയം നിങ്ങളെ സഹായിക്കും. മാതാവിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. അതിനുശേഷം 2026 ഒക്ടോബർ 31-ന് വ്യാഴം നിങ്ങളുടെ 5ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ ഭരണി നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമാകും. 5ാം ഭാവം പൂർവ്വപുണ്യസ്ഥാനമാണ്. ഇവിടെ വ്യാഴം എത്തുമ്പോൾ അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായ വലിയ കുതിച്ചുചാട്ടം, ഭാഗ്യാനുഭവങ്ങൾ, ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുകിട്ടും. രാഹു കേതു മാറ്റങ്ങൾ. 2026 ഡിസംബർ വരെ രാഹു നിങ്ങളുടെ 11ാം ഭാവത്തിലായ കുംഭത്തിലാണ്. 11ലെ രാഹു അപ്രതീക്ഷിത ധനലാഭങ്ങൾ നൽകുന്നതാണ്. ഷെയർ മാർക്കറ്റ്, ചിട്ടി തുടങ്ങിയവയിൽ നിന്നും മികച്ച നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ഡിസംബർ ആദ്യവാരം രാഹു 10ാം ഭാവമായ മകരത്തിലേക്ക് മാറുന്നതോടെ കർമ്മരംഗത്ത് ഉത്തരവാദിത്വങ്ങളും ജോലിഭാരവും വർദ്ധിക്കും. ജോലിസ്ഥലത്ത് രാഷ്ട്രീയങ്ങളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം. വിഷുവിനു ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ ജോലിയിൽ ചില സമ്മർദ്ദങ്ങളുണ്ടാകാമെങ്കിലും ജൂൺ മാസം വ്യാഴം ഉച്ചത്തിലാകുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. ഒക്ടോബറിൽ വ്യാഴം 5ാം ഭാവത്തിലെത്തുമ്പോൾ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തീർച്ചയായും പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഒക്ടോബറിന് ശേഷമുള്ള സമയം വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്.
എങ്കിലും ഏഴര ശനിയുള്ളതുകൊണ്ട് ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാനും വലിയ തുകകൾ ആരെയും വിശ്വസിച്ചേൽപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബം, പ്രണയം, വിവാഹം. ഭരണി നക്ഷത്രത്തിന്റെ നാഥൻ പ്രണയത്തിന്റെ കാരകനായ ശുക്രനാണ്. അതുകൊണ്ടുതന്നെ പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലെത്തിക്കാൻ സാധിക്കും. വിവാഹം വൈകുന്ന ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഒക്ടോബറിനു ശേഷം വളരെ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഏറെക്കാലമായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിന് വ്യാഴം വഴിയൊരുക്കും. വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. വ്യാഴത്തിന്റെ മാറ്റം ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകളും ഇന്റർവ്യൂകളും എന്നിവയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ ഈ വർഷം സഹായിക്കും. ആരോഗ്യം. ശനി 12-ൽ നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ട വർഷമാണിത്. ചെറിയ അസുഖങ്ങളെപ്പോലും അവഗണിക്കരുത്. കണ്ണ്, പാദങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലമാക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ്. കൃത്യമായ മാസഫലങ്ങൾ. മേടം മുതൽ മീനം വരെ ഇനി ഓരോ മാസവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാം. മേടം ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ. വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കം വളരെ മികച്ചതാണ്. സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. ഏത് കാര്യം ഏറ്റെടുത്ത് നടത്താൻ വലിയൊരു ആത്മവിശ്വാസം ലഭിക്കും. എന്നാൽ അധികാര സ്വഭാവം, അമിത കോപം എന്നിവ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടവം മെയ് 15 മുതൽ ജൂൺ 14 വരെ. സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്ക് മാറുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കുടുംബത്തിൽ ചെറിയ വാഗ്വാദങ്ങൾക്ക് സാധ്യതയുണ്ട്. മിഥുനം ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ. ഈ മാസം വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിലേക്ക് മാറുന്നു. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ വലിയ സാമ്പത്തിക സഹായം ലഭിക്കും. ന്യൂ യാത്രകൾക്കും ബിസിനസ് ഡീലുകൾക്കും അവസരമൊരുങ്ങും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. കർക്കിടകം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ. സൂര്യൻ 4-ാം ഭാവത്തിലാണ്. ഒപ്പം വ്യാഴവും അവിടെയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ അനുകൂല സമയം. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ചിങ്ങം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. സൂര്യൻ 5-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് പുതിയ അംഗീകാരങ്ങൾ ലഭിക്കും. ഷെയർ മാർക്കറ്റ് പോലെയുള്ളവയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം. കന്നി